നിന്നെ വിട്ടുപോയിക്കോളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് കാർത്തൂന് നിന്നോടുള്ള സ്നേഹം. അതുകൊണ്ടാ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും അവൾ ഓടിയെത്തിയത്. എനിക്കറിയാം, ഞാൻ അയാളെ ഒരു കാരണവശാലും വിട്ടുകളയില്ല. നീയൊന്ന് ചിന്തിച്ചു നോക്കി നിന്റെ വക്കീൽ ബുദ്ധി വെച്ച് ഈ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ അപ്പച്ചി. പോണോന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവന്റെ അടുത്തിരിക്കുമ്പോ ഇവന് വേണ്ടാത്തൊന്നും ഉപദേശിച്ചു കൊടുത്തേക്കരുത്. അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോകുന്ന തന്നെയാ നല്ലത്. പഠിക്കുന്ന കാലം തൊട്ടേ ഇവന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങളെക്കാൾ പക്വതയുണ്ട്. അത് അപ്പച്ചിക്ക് അടുത്തറിയാവുന്നതാ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ട് ഇവൻ തെറ്റൊന്നും ചെയ്യില്ല. ആ ധാരണയ്ക്ക് ഇവൻ തിരുത്തിയില്ലേ? ഇനി എല്ലാവരെയും പോലെ തന്നെ ഇവൻ എനിക്കും ഉണ്ടായിരുന്ന വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പോയിട്ട് വരാം. ഞാനങ്ങോട്ട് പോയപ്പോ അവൻ എന്തൊക്കെയാ പറഞ്ഞു തന്നത്? കാണിച്ചതൊക്കെ വേണ്ടാത്ത കാര്യമായി പോയെന്ന് പറഞ്ഞു. അവനത് നേരത്തെ തോന്നിയില്ലേ? ഇപ്പൊ ഉണ്ടായ സംഭവങ്ങൾക്കൊക്കെ ഞാൻ മാത്രം അപ്പച്ചി ഉത്തരവാദി. അവനതിൽ പ്രതിയല്ല. ഒന്ന് ചുമ്മാ ഇരിടാ. നീ അനന്തോനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അഖിലിനോടാ. അവനൊരു വക്കീലായതുകൊണ്ട് അവന്റെ അഭിപ്രായം തേടിയിട്ടുണ്ടാവും. എന്നിട്ടോ കൂട്ടുകാരനെ ന്യായീകരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല. അരുൺ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ കാർത്തൂന് ചെറിയൊരു തളർച്ചയുണ്ട്. ഇപ്പോ അതേ ആശുപത്രിയിൽ തന്നെ കാർത്തൂനും കിടത്തിയിരിക്കുക. അയ്യോ, കുഴപ്പമൊന്നുമില്ലെന്നേ. മിക്കവാറും ഇന്നോ നാളെ ഇങ്ങോട്ട് വരും. എന്നാ പിന്നെ ഞാൻ മോളെ കൊണ്ടൊന്ന് പോവാം. ഏയ്, അതൊന്നും വേണ്ട പവിത്രേ. അവിടെ ഇപ്പോ ഞാനും വക്കീലൊക്കെ ഉണ്ടല്ലോ. ഇനി പവിത്രയും കൂടെ വന്നാ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണും. അരുണിന്റെ അപ്പച്ചി ഏട്ടനെ എടുത്തിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുക. അവരെയൊക്കെ കാണാതെ കാർത്തു അരുൺ സാറിനെ പോയി കണ്ടത്. എന്നാലും പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ പപ്പേട്ട. ഞാനും വക്കീലൊക്കെ ഉണ്ടല്ലോ. പിന്നെ അരുൺ സാറിന്റെ അമ്മയും ഇവരെ അറിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം അവരുടെയൊക്കെ സഹായം ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാ. അതുകൊണ്ട് നന്ദനമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ട. കാർത്തൂന് പ്രഷർ കൂടിയെന്നാ പറഞ്ഞത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഇവിടുന്ന് പോകുമ്പോഴും ആദ്യോടെയല്ലേ പോയത്. അരുണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കയ്യിൽ ചെറിയൊരു പൊട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ ഉടനെ അവിടുന്ന് പോവും. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണല്ലോ പപ്പേട്ട. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അപ്പച്ചി ഇല്ലാത്ത സമയത്ത് ഞാനും വക്കീലും അരുൺ സാറിനെ ഒന്ന് പോയി കാണാം. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാ അതുപോലെ നമുക്ക് കേൾക്കാം. എന്തായാലും സാറിന്റെ അമ്മയുടെ പിന്തുണ ഉണ്ടല്ലോ. ഇന്നിനിപ്പോ കട തുറക്കണ്ട. ഇനിയിപ്പോ കാർത്തു വന്നിട്ട് മതി. ഞാൻ ഇടയ്ക്ക് അവരെ വിളിച്ച് വിവരം തിരക്കിക്കോളാം. ഞാൻ പറഞ്ഞതാ കാർത്തൂനോട് തിരക്ക് പിടിച്ച് പോണ്ടെന്ന്. പോയതേതായാലും നന്നായി പവിത്രേ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇതിനേക്കാളും വലിയ അസുഖം വരുത്തി വെച്ചേനെ. ഇപ്പോഴേതായാലും രണ്ടാളും തമ്മിലൊന്ന് കണ്ടല്ലോ. അത് രണ്ടാൾക്കും ആശ്വാസം തന്നെ. സാറമ്മയോട് എന്ത് പറഞ്ഞിട്ടാ വന്നേ? മുറിക്കത്തിരുന്ന് മുഷിയല്ലേ, ഇടനാഴിയിലൂടെ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയിക്കോ. തനിക്കിപ്പോ എങ്ങനെയുണ്ട്? സാറിന് അപകടം ഉണ്ടായിന്ന് അറിഞ്ഞപ്പോ മുതല് ഒരേ നെഞ്ചടിപ്പായിരുന്നു. അതുകൊണ്ടാ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ശരീരം തളർന്നു പോയത്. എനിക്ക് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞ ശേഷം ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ കൂടെ ടെൻഷനും. പിന്നെ BP കൂടാതിരിക്കോ? സാറ് പോയിക്കോ. എടോ, കുറച്ചു സമയം കൂടി ഞാൻ തന്നോട് ഇരുന്നോട്ടെ. ഇതുവരെ ജയിലിൽ കിടക്കുമായിരുന്നു. ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായേ. ഭാഗ്യത്തിനോ? ഇത് പിന്നെ ഭാഗ്യമല്ലേ. അതുകൊണ്ടല്ലേ തന്നെ എനിക്ക് കാണാൻ പറ്റിയേ. ഞാൻ സ്നേഹത്തോടെ പറയുവാ. സാറ് അപ്പച്ചി പറയുന്ന പോലെ കേക്കണം. എനിക്ക് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ജീവനും കളഞ്ഞു ഓടി വന്ന ആളാണോ ഈ പറയുന്നത്? എനിക്ക് പേടിയാ സാർ. എന്റെ പേടി കുറഞ്ഞു കുറഞ്ഞു വരിക. നമ്മുടെ വീട്ടിൽ നിന്ന് കാർത്തൂന് എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നു.
അയാളുടെ കഴുത്തിൽ ഇപ്പൊ ഞാൻ കെട്ടി താലിയുണ്ട്. നിന്റെ അപ്പച്ചി ആയിരുന്നെങ്കിലേ ഇപ്പൊ നിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയനെ. എനിക്ക് മക്കളെ തല്ലി ശീലമില്ല. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ആരുടെയും മുഖം ഓർത്തില്ല അല്ലേടാ? നമ്മുടെ വീട്ടിൽ ജോലിക്കുന്ന പെൺകുട്ടിയെ ആരും സ്വീകരിക്കില്ല. എന്റെ ഭാര്യ അവൻ കാർത്തു തയ്യാറാവൂല്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഗതികെട്ട മുഹൂർത്തായിരുന്നു. എന്നാ അതാ കാർത്തുമായി ഒന്നിക്കാൻ പറ്റിയൊരു അവസരം എന്നുള്ളത് എനിക്ക് തോന്നി. ഒന്നിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാളുവിനെ എനിക്കായി ആലോചിച്ചപ്പോ ഞാൻ അപ്സെറ്റായി പോയത്. എനിക്കൊന്നും അറിയത്തില്ല. ഭാര്യയായി പെണ്ണിനെയാണ് നീ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നല്ലേ? അമ്മയെങ്കിലും എന്റെ കൂടെ നിൽക്കണം. അയാളൊരു പാവാമേ, ഇപ്പോഴും ഒഴിഞ്ഞു തരാൻ തയ്യാറാ. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞാലും പിന്നെ അയാളുടെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഉണ്ടാവില്ല. അയാൾ മറ്റൊരു കല്യാണം കഴിക്കില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് ക്രൂരതയല്ലടാ നീ കാട്ടിയത്, അതും ആരോരും ഇല്ലാത്തൊരു പെണ്ണിനോട്. അമ്മ, അയാൾക്ക് എല്ലാരും ഉണ്ട്. അയാളുടെ കഥകളൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ. നീ കുറെ കഥ പറഞ്ഞു. എന്നാലും നീ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനന്തമായിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. ഇത് അമിതമായി വിശ്വസിച്ചവനാ എല്ലാവരെയും വഞ്ചിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. വഴക്കൊന്നും പറയല്ലേ അമ്മേ. എന്തിനാ അവള് വഴക്കു പറയുന്നത്? അതിനവൾ എന്ത് തെറ്റാ ചെയ്തത്? ഏട്ടത്തി അവനെ ശ്രദ്ധിച്ചോളണം. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് അവൻ പല വേലയും കാണിക്കും. ആ അനാഥ പെണ്ണുമായിട്ട് സംസാരിക്കാൻ ഒരു കാരണവശാലും അവന് മൊബൈൽ കൊടുക്കരുത്. ഏട്ടത്തി എന്നൊന്നും മിണ്ടാത്തത്? ഞാൻ അവന്റെ അരികെ തന്നെ ഉണ്ട് ദേവേ. അവൻ എന്റെ കണ്ണു വെട്ടിച്ചൊന്നും ചെയ്യില്ല. ആ അത് മതി. ഒന്ന് കുളിക്കാനും വേഷം മാറുവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞാൻ തിരിച്ചു വരുന്നവരെ അവനെ ചലിക്കാൻ അനുവദിക്കരുത്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരി. ദേവി ഉടനെ വരൂടാ. അപ്പച്ചിയോട് പറയാൻ പാടില്ലായിരുന്നോ നാളെ വന്നാ മതിയെന്ന്? അങ്ങനെ പറഞ്ഞാൽ അവള് സംശയിക്കും. കുറച്ച് കഴിഞ്ഞ് അമ്മയൊന്ന് വിളിക്കണം, എന്നിട്ട് വിവരം പറയണം. അവളെ കണ്ടിട്ട് പോകുന്നതായിരുന്നു മോനെ നല്ലത്. നീയും ഓരോരോ അബദ്ധം കാണിക്കുക. കാർത്തൂനെ കാണാനായിട്ട് നീ പോകുമ്പോഴായിരിക്കും ദേവ കയറി വരുന്നത്. ആ സമയത്ത് എക്സ്റേ എടുക്കാൻ പോയെന്ന് പറഞ്ഞാ മതി. കള്ളം പറയാത്തവരായിരുന്നു ഞാനും നീയും ഒക്കെ. ഇപ്പൊ ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളം പറയുക. ഒന്ന് സഹായിക്കാമേ. ഞാൻ സഹായിക്കാം. പക്ഷെ നീ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുക. എനിക്കതിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ വയ്യ. എന്നോട് അമിതമായ സ്നേഹമുള്ളതുകൊണ്ട് അയാൾ റിസ്ക് എടുത്ത് ഇവിടെ വന്ന്. എങ്ങനെ സ്നേഹം ഇല്ലാണ്ടിരിക്കും? അവളെ ഇപ്പൊ നിന്നെ പ്രേമിച്ചടക്കുന്ന പെൺകുട്ടിയല്ല, നിന്റെ ഭാര്യ. നീ ചിരിക്കുവാണോടാ? അല്ല, അവളെന്റെ ഭാര്യയെന്ന് അമ്മ പറയുന്നത് കേട്ടപ്പോ ഒരു സന്തോഷം. അയ്യടാ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഭഗവാനെ അറിയൂ. ഇതിന്റെ അവസാനം അയാൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കും, അമ്മയുടെ മരുമോളായിട്ട്. ഇനി ഞാൻ ഇതുപോലെയുള്ള ആവേശങ്ങളൊന്നും കാണിക്കത്തില്ല. എന്നാ ഞാൻ ഇതിനപ്പുറം കാണിക്കും. ഇനി തന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഒരിക്കലും നിരാശ കയറിയിട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്തായാലും ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കെട്ടില്ല. പിന്നെ എന്തിനാ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്? ഞാനും പപ്പേട്ടനും അഖിലും കൂടി പലതും ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ വിഷയം സോൾവ് ചെയ്തിട്ട്
തന്നെ വിളിച്ചോണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. അങ്ങനെയൊന്നും ഞാൻ വരില്ല. റിസ്ക് എടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ താൻ കൂടെ നിൽക്കണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൂടെ നിന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഞാൻ അന്ന് താലികെട്ടിന് നിന്ന് തന്നില്ലെങ്കിൽ സാറിന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്ന എസ് ഐ പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ താൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അത് ദൈവം നമുക്കൊരുക്കി തന്ന സാഹചര്യ. അതേ ദൈവം തന്നെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ശരി ശരി, സാറ് പോയേ. ഇനി ഇവിടെ ഇരിക്കണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ ഇരിക്കട്ടോ. സാറിന്റെ അമ്മ ഉണരുന്നതിന് മുമ്പ് ഒന്ന് പോ സാറ്. എന്നെ അപ്പച്ചി കൂട്ടിക്കൊണ്ടു വന്ന ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കാണാൻ പരസ്പരം കൊതിച്ചതാ. ഇപ്പതേ അരികിൽ ഇരിക്കാൻ പറ്റി. ആ നേരത്തെ എന്നോട് പോവാൻ പറയണോ? ഞാൻ ഇരിക്കേണ്ടി വരും തന്നെയാ എന്റെ തോന്നല്. പിന്നെ ഇപ്പൊ കുറച്ചു നേരം കണ്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എടോ, എന്നെ വിട്ടുകളയാൻ തനിക്ക് പറ്റുമോ? എന്നെ മറക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഈ താലിയെ സ്നേഹിച്ച് കഴിഞ്ഞോളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മാത്രം പോരാ, അത് കഴുത്തിലിട്ട് തന്ന ആളെയും സ്നേഹിക്കണം, അയാൾക്കൊപ്പം ജീവിക്കണം. ആ ഉദ്ദേശത്തോടെ തന്നെ താലി കെട്ടിയതും അത് ഉടനെ നടക്കുകയും ചെയ്യും. പുതിയ ഫാഷനിലുള്ള എല്ലാ ആഭരണങ്ങളും ഉണ്ട്. ഇഷ്ടായോ? ഇതൊക്കെ കാണുമ്പോ ഒരാൾക്ക് അസൂയായിരിക്കും. മോളുടെ ചേച്ചിക്കും കൊടുത്തില്ല 101 പവൻ. എങ്കിലും ഇപ്പോഴത്തെ വിലയല്ലല്ലോ അന്നത്തെ വില. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി കാര്യത്തോടെടുക്കുമ്പോ സ്വന്തം സ്വഭാവം കാണിക്കും. അവളെ മോളുടെ ചേച്ചിയാ. അവൾ എന്തെങ്കിലും കുശുമ്പ് കാണിച്ചാലും നീ വഴക്കിനൊന്നും നിൽക്കരുത്. ഒന്നാമത് അരുണിന് അതൊന്നും ഇഷ്ടമല്ല. അനന്തുവിന് പറ്റിയ ഭാര്യ അവന് കിട്ടി. നീയാണെങ്കിലോ ഏതാണ്ട് അരുണിന് മാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാ. പിന്നെ സ്വഭാവം കുറച്ചുകൂടെ മാറ്റണം. സ്വർണത്തിലും പണത്തിലും ഒന്നും ആർത്തിയുള്ള കൂട്ടത്തിലല്ല അരുൺ. അവന് താല്പര്യം പെൺകുട്ടിയുടെ സ്വഭാവത്തിലാ. അത് കൊടുക്കണം. നിഷ്കളങ്കമായ സ്നേഹം. അത് 916 ആയിക്കോട്ടെ. ഇതെങ്ങനെയുണ്ടമ്മേ? എല്ലാം കൊള്ളാം. ഈ ആഭരണമൊക്കെ ഒരുമിച്ചിടാൻ പറ്റുന്ന ദിവസമാണ് വിവാഹം. അത് കഴിഞ്ഞാ പിന്നെ താലിമാല മാത്രം എല്ലാവരും യൂസ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ 1 or 2 വളയും മാലയും ഒക്കെ കൂടുതലിടും. ഇന്നല്ലെങ്കിലും പഴയ പോലെ സ്വർണത്തോട് ആർക്കും താല്പര്യമില്ലല്ലോ. മനസ്സിനിണങ്ങിയ ഭർത്താവിന് കിട്ടുന്നതാ മോളെ ഒരു പെണ്ണിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് പറയാം. ഇപ്പൊ അവനുണ്ടാക്കിയ വിവാദം ഒഴിച്ചാൽ അവനെ പോലെ മാന്യനായൊരു പയ്യൻ ഈ ജനറേഷനിൽ ഉണ്ടാവില്ല. എങ്കിലും ആ ആളിന്റെ മനസ്സില് ഇപ്പൊ വേറൊരുത്തിയായി പോയില്ലേ? വിവാഹത്തിന് മുൻപ് ആണും പെണ്ണും തമ്മിൽ അടുക്കും, സ്നേഹിക്കും. ചിലപ്പോ അതിന് വിട്ട ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. എന്ന് കരുതി അവര് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്നില്ല. ആ സത്യം മനസ്സിലാക്കിയിട്ട് നീ ഒഴിഞ്ഞു മാറിപ്പോയിക്കോ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാന്ന് നിന്റെ ഒരു ബന്ധമുണ്ടല്ലോ സുശീലൻ, അയാളോട് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. ആ വാക്ക് പാലിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ. നല്ലൊരു ബന്ധമെന്നാ പറഞ്ഞു. പണവും സ്വർണവും തരാം. പക്ഷേ എന്റെ അനന്തരവന് വേണോന്ന് മാത്രം പറയരുത്. മോൾക്ക് നിങ്ങളുടെ പണവും സ്വർണ്ണൊന്നും വേണ്ട. വേണ്ടത് അരുൺ സാറിനെ തന്നെ. പതുക്കെ. ഒടിഞ്ഞു കൈയുമായിട്ട് പുറത്തിറങ്ങി പോവരുത്. അകത്തിരുന്നോണം വിവാഹം കഴിയുന്നവരെ. നടക്ക്. എന്നെ പിടിക്കണ്ട. നാളത്തോടെ കൈ ശരിയാവും. നീയൊക്കെ വീഴുമ്പോ പിടിച്ചു നടത്തിയും തലോടിയാടാ ഇവിടം വരെ എത്തിച്ചത് അപ്പച്ചിയും അമ്മയും ഒക്കെ. അത് മറന്നു ജീവിക്കുന്നതാ വേദന.
നീ വാ മോനെ. എന്തായി കാര്യങ്ങള്? അനന്തൊന്നും പറഞ്ഞില്ലേ? ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ ഒന്നും പറയാതെ അനന്തുവേട്ടൻ കട്ട് ചെയ്തു. ഒരുപാട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പം മുതൽ ഞാൻ സിറ്റൗട്ട് തന്നെ ഇരിക്കുമായിരുന്നു വിവരങ്ങളൊന്നും അറിയാൻ. അറിയാനൊന്നുമില്ല. അവൾ അവിടെയും വന്നു. കാർത്തിക ഡിസ്ചാർജ് ആണ്, പോയിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ബില്ലടച്ചിട്ടാ വരുന്നത്. നടന്നൊന്നിനി ഓർക്കണ്ട മോളെ. അവരുടെ പത്രാസ് കാണിച്ചൊന്ന് കരുതിയാ മതി. അരുൺ സാറിന് വിഷമമൊന്നും ഉണ്ടാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ പപ്പേട്ട. ചില തീരുമാനങ്ങൾക്ക് എടുക്കാനുള്ള സമയമായി കാർത്തു. കുറച്ചൊക്കെ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നുകൂടെ സംസാരിക്കണം. അവര് നിശ്ചയിച്ച വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മൾ വ്യക്തമായ തീരുമാനമെടുക്കാൻ അതിലും കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് കരുതണം. എന്ത് തീരുമാനം? അതൊന്നും ഇപ്പോ കാർത്തുവിനോട് പറയുന്നില്ല. അവനെന്തായാലും മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കില്ല. ഇനിയിപ്പോ കാർത്തു ഒഴിഞ്ഞു നിന്നാലും അതിനുള്ള സാധ്യതയില്ല. മോള് ഞങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. പിന്നെ പോകുന്ന വഴി ഞാൻ എന്റെ വീട്ടിലിറങ്ങും. നയനയാണെങ്കിൽ വിളിയോട് വിളി. മോളെ കൊണ്ടാക്കാൻ സാറിനൊപ്പം ദീപനും ഉണ്ടാവും. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്കൊരു സമാധാനം ഇല്ലടാ. കാർത്തു ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണുമോ? അറിയില്ല. എന്നെ എല്ലാവരും സംശയിക്കുക. ഇങ്ങനെ പോയാൽ മിക്കവാറും കാർത്തുവിനെ പോലെ BP കയറി ഞാനും ആശുപത്രി കിടക്കും. എനിക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല, ഉറങ്ങാനും. ദേവിയോടെല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. ഇതെങ്ങനെ പരിഹരിക്കൂടാ മോനെ? അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് പറയാനാ? എല്ലാം ചെയ്തു വെച്ചത് നീയല്ലേ, പിന്നെ നീയല്ലേ പറയേണ്ടത്. എന്നെ വിഷമിപ്പിക്കാതെ അമ്മയൊന്ന് പൊക്കെ. വീട്ടിൽ നിന്ന് അരുണേട്ടൻ പുറത്തു പോയതും അവളെ കാണാൻ തന്നെ ആയിരിക്കും. മോള് കടന്നൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയിട്ട് ഇനി ഒന്നും വേണ്ടാന്ന് വെക്കില്ല ഞാൻ. അവനെന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അധികം സാഹസത്തിനൊന്നും മുതിരില്ല. മോൾക്ക് കടുത്ത നിരാശയുണ്ടെന്നറിയാം. അതുകൊണ്ട് അവന് വേണ്ടാന്ന് മോൾ പറയരുത്. എനിക്ക് അരുണേട്ടന് വേണം, പക്ഷെ കിട്ടുമെന്ന സംശയം. അമ്മ ജീവിച്ചിരിക്കുമ്പോ മോൾക്ക് അവനെ നഷ്ടപ്പെടില്ല. മോള് വരണം ഒന്നിക്കരുതെന്നാണല്ലോ ആഗ്രഹം. അവൻ ചിലപ്പോ പറഞ്ഞു കാണും നിങ്ങളോട് കാര്യങ്ങളൊക്കെ. പറയട്ടെ, അവനെ ആര് സപ്പോർട്ട് ചെയ്താലും എന്റെ ഭാഗമേ ജയിക്കൂ. ഞാനൊന്നിലും ഇടപെടുന്നില്ല. താൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലതികേട്ടത്തിയെ വിളിച്ചു. അവര് വിവരങ്ങളെല്ലാം പറഞ്ഞു. കേട്ടപ്പോ സന്തോഷായോ? അതിനുശേഷം അരുണിനെ വിളിച്ച് അഭിനന്ദിച്ചോ? സ്വന്തം മോള് വേദനിച്ചാലും ഞാൻ പരാജയപ്പെടുന്നാണല്ലോ നിങ്ങളുടെ സന്തോഷം. പിന്നെ അവരുടെ മൂത്ത മകള് അരുൺ സാറിന്റെ ഏട്ടത്തി ആയതുകൊണ്ട് ബന്ധം നിലനിൽക്കുന്നു മാത്രം. എല്ലാ ശത്രുതയ്ക്കും ഒരു പരിധിയുണ്ട് ദീപ. അത് കഴിയുമ്പോ സകലതും ആരെ തണുക്കും. അവർക്കൊരു അവശത വന്ന താങ്ങായും തണലായും നിൽക്കാൻ മനസ്സുള്ള കൂട്ടത്തിൽ അരുൺ സാറ്. അതറിഞ്ഞു പ്രവർത്തിച്ച അവർക്ക് കൊള്ളാം. അരുൺ സാറിന്റെ അമ്മ ഇങ്ങനെ ആയി പോയതാ എല്ലാത്തിനും കാരണം. അവർക്ക് അവരുടെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? അതിനുള്ള വോയിസ് ഒന്നും അവർക്കില്ല. അപ്പച്ചി കൈ ഒന്ന് ചൂണ്ടിക്കഴിഞ്ഞാ അവിടെ നിലയ്ക്കും ആ അമ്മയുടെ ശബ്ദം. മിക്കവാറും ആ അപ്പച്ചി പൂട്ടിയിടേണ്ടി വരും പപ്പേട്ട. അല്ലാതെ അരുൺ സാറിന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വക്കീല് പറയുന്നുണ്ട് ഒരു അറ്റകൈ പ്രയോഗം നടത്താമെന്ന്.
ഒരു രീതിയിലും കാര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിൽ. പക്ഷേ അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങേരുടെ മനസ്സിലെന്തോ ഉണ്ട്. നമുക്ക് കൂടെ നിൽക്കാം. തൽക്കാലം അവര് പറയുന്ന അതുപോലെ അങ്ങ് അനുസരിക്കാം. ഒരു കാര്യം എന്തായാലും ഉറപ്പായി. അരുൺ സാറ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം കാർത്തൂന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അപ്പച്ചി എന്ന പേര് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഭയക്കുന്ന ആള് അരുൺ സാറിനൊരു അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോ എല്ലാം മറന്ന് ഓടിയത്. അതെ, ആ സ്നേഹം നമ്മള് കാണാതെ പോകരുത് പപ്പേട്ട. കാർത്തു എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാ. എന്നാൽ കാർത്തൂന്റെ മനസ്സിൽ അരുൺ സാറിനോടുള്ള സ്നേഹം മനസ്സിലാക്കിയ നമ്മൾ അവരെ ഒന്നിപ്പിക്കാൻ വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി അത് സ്വീകരിച്ചേ പറ്റൂ. സമ്പത്തല്ല സ്നേഹമാണ് മനുഷ്യന് വേണ്ടതെന്ന് തിരിച്ചറിയാത്തവർക്കൊക്കെ അടി കിട്ടണം. അവന്റെ പതനം ഞാൻ മുന്നിൽ കാണുന്നു. അതവന്റെ സമയദോഷം കൊണ്ട് കിട്ടുന്നല്ല, അവന്റെ പ്രവൃത്തി അതവന് സമ്മാനിക്കുന്നതാ. എടാ, അവനും ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. വന്ന വഴി മറന്നു പോയിട്ടുണ്ടെങ്കിലേ ഒന്ന് ഓർത്തെടുക്കണമല്ലോ. അവന്റെ ദാമ്പത്യം തകരുമ്പോ അരുൺ സാറും കാർത്തും സന്തോഷത്തോടെ ജീവിക്കുന്ന അവൻ അറിയണം, കാണണം. അങ്ങനെ ഒരു ദിവസം എന്റെയും ദീപന്റെ ഒക്കെ മനസ്സിലുണ്ടടാ. ഈ ദീപനുമായിട്ട് കുറച്ചു ദിവസത്തെ പരിചയം ഉള്ളുവെങ്കിലും എന്നെ അവൻ സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ അല്ലേടാ നമുക്ക് ആവശ്യം. അല്ലാതെ കാലണയ്ക്ക് വേണ്ടി കഴുത്തറക്കുന്നവരെ അല്ലല്ലോ. നീ ഇതൊരുങ്ങി എങ്ങോട്ട് പോകാനിരിക്കുക? ദീപേട്ടൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണി അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം കേട്ടോ. വീട്ടിലേക്ക് വിളിക്കുന്നില്ല, ഞങ്ങള് പുറത്തേക്ക് പോവാ. എവിടേക്ക്? എവിടേക്കെങ്കിലുമൊക്കെ. എന്റെ ഭർത്താവിനെ ഒന്നിനും സമയമില്ല. പിന്നെ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? നീ എപ്പോഴെങ്കിലും ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ? ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? അതൊന്നും അല്ലടി കാര്യം. നിനക്കിഷ്ടമല്ല ഉണ്ണിക്കൊപ്പം പുറത്തു ചുറ്റുന്നത്. അതറിയെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഞാനും നിന്റെ പപ്പയും ഇക്കാര്യത്തിൽ വലിയ വിഷമത്തിലാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയാണോന്ന് നിന്റെ അപ്പച്ചിക്ക് സംശയമുണ്ട്. ആ നേരത്തെ നിനക്കൊപ്പം നിന്ന് അവരെ തൂത്ത് തുടക്കിയാ ഞങ്ങള്. പക്ഷെ അവരുടെ സംശയം തെറ്റാണെന്ന് പറയാൻ പറ്റൂ? മുമ്പ് വീടിനകത്ത് വരുന്നതായിരുന്നു വിഷമം, ഇപ്പൊ അതും സേഫാ. പക്ഷെ ഈ പുറത്ത് ചുറ്റുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ലക്ഷങ്ങളെ വിലയുള്ള കാറിൽ സഞ്ചരിക്കുന്നതല്ല, ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ദേ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതാ. മിക്ക പെൺകുട്ടികളുടെയും കാര്യം അങ്ങനെ തന്നെ. എടി, പ്രേമിച്ച് നടക്കുന്ന കാലത്ത് നിന്നെ ബൈക്കിൽ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ളതാ. അതൊക്കെ ഉള്ളിപ്പോ ഓർത്തിരിക്കാൻ. കേറ് കേറ്. ഡേ, നിന്റെ അപ്പച്ചി വരുന്നു. പോവാൻ പറ കിഴവയോട്. വാ, ദീപേട്ടൻ വണ്ടി വിട്. രാത്രിയും പകലും ഒക്കെ ഇവന്റെ ഒപ്പം തന്നെയാണല്ലോ. ഇനി എന്റെ ഉണ്ണിക്കിവിടെ എന്താ സ്ഥാനം? പിന്നെ ആരോടെങ്കിലും പറയണ്ടേ? സാധാരണ ഒരു വീട്ടിലെ മൂത്ത മരുമോൾക്ക് തന്നെക്കാളും പൊന്നും പണവും സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഇളയ മരുമകളായി വരണമെന്നായിരിക്കും ആഗ്രഹം. ഇവിടെ കാർത്തൂൻ അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാൾ നന്നായിട്ട് വീട് നോക്കും, പാചകവും ചെയ്യും. അതാണ് അയാളിൽ ഏട്ടത്തി കാണുന്ന കുറ്റം. അമ്മ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടിയാലും ശരി, അടുക്കള പണി അറിയാത്തൊരു പെൺകുട്ടി എനിക്ക് ഭാര്യയായിട്ട് വരണം. അത് മാത്രമാണ് ഏട്ടത്തിയുടെ ചിന്ത. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. മുഹൂർത്തം അടുത്തെത്താറായപ്പോ നീ വീണ്ടും തനി സ്വഭാവം പുറത്തെടുക്കുകയാണോ? അതിനാണ് ഭാവമെങ്കിൽ അമ്മയെ വരുത്തോടാ ഞാൻ. എന്തു പറഞ്ഞാലൊരു അമ്മ. കേറി വരുന്ന പെൺകുട്ടിക്കൊപ്പം ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കേണ്ടതേ അപ്പച്ചിയല്ല, ഞാനാ. സ്വന്തത്തിലുള്ളവരുടെ താല്പര്യങ്ങൾ ഒരു പരിധിവരെ അടിച്ചേൽപ്പിക്കാം. അത് കഴിഞ്ഞ
ആർക്കായാലും വിഷമം തോന്നും, പ്രതികരിക്കും. നീ പിന്നെ എന്താടാ എന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഇതൊന്നും സംസാരിക്കാത്തത്? അപ്പച്ചിയെ ധിക്കരിക്കാൻ പഠിച്ചിട്ടില്ലാത്തോണ്ട്. പക്ഷെ ഒന്നും ഞാൻ തറപ്പിച്ചു പറയാം, എന്റെ കണ്ണിൽ ഇപ്പോഴും മാള് ഒരു കൊച്ചുകുട്ടിയാ. ഏട്ടത്തേക്കാളും പക്വത കുറഞ്ഞൊരു കൊച്ചുകുട്ടി. ഏട്ടത്തേക്ക് തന്നെ മരുമോളായിട്ട് ഒരു വീട്ടിൽ കഴിയാനുള്ള യോഗ്യത ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയോ? കൊച്ചു കുഞ്ഞുള്ളതാ, അതിന് വല്ല ഓറഞ്ചോ പഴോ വാങ്ങിച്ചോണ്ട് വരാൻ പോലും എന്റെ ഈ പൈസ ഇല്ല മോളെ. മോളിവിടെ ഇല്ല, കുട്ടേട്ടന്റെ വീട്ടിലാ. അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്ന്. ഇവിടേക്ക് വന്നോന്നറിഞ്ഞ പ്രശ്നമാവില്ലേ? എന്റെ മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒന്ന് പറയണ്ട മോളെ. മരുമോളെന്നും പറഞ്ഞ് ഒരുത്തിയെ വീട്ടിനകത്ത് കയറ്റി. സ്വന്തം ആങ്ങളുടെ മോള് തന്നെയാ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. കാത്തുമായിരുന്നു ഉണ്ണിയുടെ ഭാര്യയെങ്കില് കഞ്ഞിയും കുടിച്ച് മനസമാധാനത്തോടെ ഒരു ഭാഗത്ത് എനിക്ക് ഇരിക്കായിരുന്നു. അമ്മയുടെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് വലിയ സഹതാപമൊന്നും തോന്നുന്നില്ല. കാർത്തൂന്റെ സ്വഭാവം അവൾ അരികിൽ നിന്നിട്ടും അമ്മയ്ക്ക് ഉണ്ണിക്ക് മനസ്സിലായില്ല. അതിന്റെ ഫലം അമ്മ ഇപ്പൊ അനുഭവിക്കുന്ന പോലെ നാളെ ഉണ്ണി അനുഭവിക്കേണ്ടി വരും. അവൾ അത്രയ്ക്ക് സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടിയാ വിജിത. അയ്യോ, അത് പറഞ്ഞാലും തീരത്തില്ല. വഴിതെറ്റിയ പെൺകുട്ടികളെ പറ്റി കേട്ടിട്ടുണ്ട്. എങ്കിലും അവര് പോലും അന്യ ആണുങ്ങളുടെ കൂടെ പോകുമ്പോ ഒരു മറയൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നും ഇല്ല മോളെ. അവൾ ഒരുത്തനെ രാത്രിയിലും പകലും ഒക്കെ കാണുവാ. എനിക്കറിയാം കാര്യങ്ങള്. മുൻപ് വീട്ടിലേക്ക് ടോർച്ച് തെളിച്ചതും ആ പയ്യനാ. പക്ഷെ അതിന്റെ പഴി കേട്ടതോ ഞാനും പപ്പേട്ടനും. അതിന്റെ പേരില് ഇതുവരെ നയന എന്നോട് മിണ്ടിയിട്ടില്ല. അയ്യോ, അവളുടെ മനസ്സിലെ വിഷം കുത്തിവെച്ചത് ഞാനാ. അതിനുള്ള ശിക്ഷയാ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. എല്ലാം നിന്റെയും കാത്തുവിന്റെയും പ്രാക. ഞങ്ങളങ്ങനെ ആരെയും പ്രാകാറില്ല അമ്മേ. ആരും സങ്കടപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറുമില്ല. എങ്കിലും എല്ലാം കാണുന്ന ദൈവം അതിനുള്ള തിരിച്ചടി എനിക്ക് മുതലും പലിശയായിട്ട് തന്നു. ഉണ്ണിയേട്ടനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചതാ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. ഇനിയിപ്പോ അത് തിരുത്താൻ പറ്റില്ലല്ലോ. എന്തായാലും പേടിക്കണ്ട, വളരെ പെട്ടെന്ന് രണ്ടും രണ്ടായിക്കോളും. അവൻ അവളെ കളയില്ലെങ്കിലും അവളെ കളഞ്ഞിട്ട് പൊക്കോളും. എല്ലാത്തിനും ഒരു തിരിച്ചടി കിട്ടുമ്പോളെ അമ്മയ്ക്കുള്ള തിരിച്ചടി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോ നിങ്ങളെ രണ്ടുപേരെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. എന്നാ ഞാൻ പോയിട്ട് വരാം മോളെ. ചായ കുടിച്ചിട്ട് പോയാ പോയമ്മേ? ഒന്നും വേണ്ട, ഉടനെ ചെല്ലണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്ന പലഹാരം കൊണ്ട് ചെന്നപ്പോഴേ അത് സുധാമണി പിടിച്ചു വാങ്ങി തെങ്ങിന്റെ ചോട്ടിക്കൊണ്ട് കളഞ്ഞു. ഒരുപാടൊന്നും നോക്കണ്ട, ഇനി ആ ഡേറ്റ് മാറത്തൊന്നുമില്ല. എങ്കിലും കല്യാണം കഴിഞ്ഞാലേ എന്റെ ഭയം നീങ്ങത്തുള്ളമ്മേ. അരുണേട്ടൻ ഇപ്പോഴും പ്രതിഷേധത്തിലാ. അത് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ല. ദേ, നമ്മൾ പോവാൻ പോകുന്നതേ ഡ്രസ് എടുക്കാനാ. അവിടെ പോയി എല്ലാവരെയും കൂട്ടിയിട്ടാ പോകുന്നത്. കാര്യങ്ങൾ ഇത്രത്തോളമായിട്ട് പിന്നെ അവൻ കാല് മാറുവോ? ഇപ്പൊ എന്നെ കാണുമ്പോ ചിരിക്കത്ത് കൂടിയില്ല. കല്യാണം കഴിയുമ്പോ ചിരിച്ചോളും. അതുവരെ കാണിക്കുന്ന ജാടിയൊന്നും മോള് ശ്രദ്ധിക്കണ്ട. ആ കാർത്തൊന്ന് പറയുന്നവളായിട്ട് പരിധി വിട്ട അടുപ്പമുണ്ടോന്നാ ഇപ്പോഴത്തെ എന്റെ സംശയം.